നിങ്ങൾക്കറിയാമോ, UK തുടങ്ങുന്ന ബിസിനസ്സുകളിൽ ഓൾമോസ്റ്റ് 60% ബിസിനസ്സും ഒരു വർഷത്തിനകത്ത് പൂട്ടിപ്പോകാറാണ് പതിവ്. വളരെ നിർഭാഗ്യകരം അല്ലേ? എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ. സ്റ്റഡീസ് പറയുന്നത് ഒന്നാമത്തെ കാരണം ലാക്ക് ഓഫ് ലീഗൽ നോളജ്. UK, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ചെയ്യുന്ന രീതിയേ അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, 100-200 വർഷം പഴക്കമുള്ള ബിസിനസ്സുകൾ ഒരു ദിവസം പൂട്ടുന്നു, അടുത്ത ദിവസം സെയിം കമ്പനി വേറൊരു സെയിം ബ്രാൻഡിൽ തന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിൽക്കോ, ഡെബൻഹാംസ് ഇതൊക്കെ എക്സാമ്പിളാണ്. അതായത് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും വരെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. നോർമൽ കാര്യങ്ങളുടെ ആയാലും ബിസിനസിൻ്റെ ആയാലും ഡോക്യുമെന്റേഷൻ രീതികൾ UK കൾച്ചറിൽ ടോട്ടൽ ഡിഫറെൻ്റ് ആണ് ഇന്ത്യൻ കൾച്ചറിൽ നിന്ന്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലെങ്കിൽ കിട്ടുന്ന ഫൈൻ അൺഇമാജിനബിൾ ആയിട്ടുള്ള ഫൈനാണ് നമുക്ക് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് പഠിക്കുക. അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും പണവും ഒരിക്കലും നഷ്ടമാവില്ല. രണ്ടാമത്തെ കാര്യം പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ബിസിനസ് സ്റ്റൈലാണ് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസിങ് ഡൗൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ UK ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അൺഫോർസീൻ എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യണം. അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും. പ്രൈസിങ് കോംപ്രമൈസ് ചെയ്യുകയല്ല വേണ്ടത്, പകരം കസ്റ്റമർ റിട്ടൻഷൻ ആണ് വേണ്ടത്. അതേസമയം നിങ്ങളൊരു ഹൈ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെയാവും. UK കസ്റ്റമേഴ്സ് അവർ പ്രീമിയം പ്രൈസിങ് പേ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ പ്രീമിയം സർവീസിനും പ്രീമിയം പ്രോഡക്ട്സിനുമാണ് എന്നോർക്കുക. സോ അത്തരത്തിലുള്ള ഒരു പ്രൈസിങ് നിങ്ങൾ ചെയ്യുക. അതുപോലെ വേറെ സംഭവമാണ് കോപ്പി ക്യാറ്റ് ബിസിനസ്. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്. അതായത് നൈബേഴ്സിന്റെ ബിസിനസ് അതുപോലെ കോപ്പി ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരുടെ സ്റ്റൈല്, അവരുടെ യുണീക്നെസ് ഇതെല്ലാം നമ്മൾ കോപ്പി ചെയ്യാൻ ട്രൈ ചെയ്യുക. അവരുടെ യുണീക്നെസ് അവരുടെ സ്റ്റൈലാണ്. അത് നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നടക്കണമെന്നില്ല. സോ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ബിസിനസ് തുടങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്ലാനിംഗ് ലെവലിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. കസ്റ്റമറിന് നിങ്ങളല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. അല്ലാതെ ജസ്റ്റ് അനദർ ഷോപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് അനദർ സർവീസ് എന്നുള്ളതിൽ മാറി നിങ്ങളുടേതായ ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരിക. ഈ പ്ലാനിങ്ങിന് വേണ്ടി നിങ്ങളിടുന്ന ടൈം വേസ്റ്റ് ആവില്ല എന്ന് 100% ഉറപ്പാണ്. നമ്മളൊരു മലയാളി ബിസിനസ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ബേസിക്കലി നമ്മൾ ഒരു സെറ്റ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസ് പ്ലേ ബുക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കോപ്പി ചെയ്യാവുന്ന രീതിയിലുള്ള മെൻറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള മെൻറ്ററിംഗ് കേപ്പബിലിറ്റി ഉള്ള ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. ലെറ്റ്സ് ഗ്രോ ടുഗദർ.